ശ്രീ കെ വി സരിദാസ്, അങ്ങ് നേരത്തെ പറഞ്ഞു ബി.ജെ.പി. അങ്ങനെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം നോക്കി നിലപാട് സ്വീകരിക്കുന്ന ഒന്നല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളരെ ഇൻക്ലൂസീവ് ആയിട്ടുള്ള രാഷ്ട്രീയവും പദ്ധതികളും ഒക്കെയാണ് ബി.ജെ.പി. മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ ശ്രീ പ്രകാശ് മാസ്റ്റർ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങളോടുള്ള ബി.ജെ.പിയുടെ സമീപനം എന്ത് എന്നുള്ളത് ഈ ക്രിസ്ത്യൻസിനെതിരെ കഴിഞ്ഞ പോയ വർഷങ്ങളിലും ഈ വർഷം തുടക്കത്തിൽ ഇത്രയും നാളുകൾക്കും ഇടയിലും മാത്രമുണ്ടായ അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. മണിപ്പൂർ അക്രമമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ വോട്ട് ബാങ്ക് എന്നുള്ളത് കൊണ്ട് നേതൃത്വത്തിന് ഇത്തിരി ലാഘവത്വത്തോടെ ഇത്തിരി ഒന്ന് ഡയലൂട്ട് ചെയ്ത് പറയേണ്ടി വരുന്നു എന്നതിനപ്പുറത്ത് ഈ പരിവാർ സംഘടനകളിൽ ആകെ നിൽക്കുന്ന ഹിന്ദുത്വ ഗ്രൂപ്പുകൾ മുഴുവനും ആക്രോശിക്കുന്നതിന് തുല്യമായി ഈ അതായത് ജ്യോതി ശർമ്മമാർ ഉയർന്നു വരണം, മതപരിവർത്തനത്തിനെതിരെ നിയമത്തിനതീതമായ മൂവ്മെന്റുകൾ ഉണ്ടാവണമെന്ന ആഹ്വാനം തന്നെയാണോ സംഘപരിവാറിനുള്ളത്? അങ്ങനെയൊന്നല്ല മാധു. ഇതിപ്പോ സംഘപരിവാർ സംഘടനകൾക്ക് ഓരോന്നിനും ഓരോ ഐഡിയോളജി ഉണ്ട്, അതിനകത്ത് ഓരോ നിലപാടുകളുണ്ട്. അത് അവർ പരസ്യമായിട്ട് പറയും, അതിൽ തെറ്റൊന്നുമില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാട് അവരെ ബോധ്യപ്പെടുത്താനുള്ള ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. അത് ഞങ്ങളുടെ ഒരു സംഘടനാ രീതിയാണ്. സംഘപ്രസ്ഥാനങ്ങളെക്കുറിച്ച് വേണ്ടത്ര ബോധമില്ലാത്തത് കൊണ്ടാണ് ഈ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. സംഘപരിവാർ സംഘടനകൾ അനവധിയുണ്ട്. ആ സംഘടനകളൊക്കെ ഇന്ന് ഇന്ത്യയിലെ 1-ാം നമ്പർ സംഘടന. തൊഴിലാളി രംഗത്ത് BMS, വിദ്യാഭ്യാസ രംഗത്ത്, വിദ്യാർത്ഥി രംഗത്ത് ABVP ഒക്കെ ഇന്ത്യയിലെ 1-ാം നമ്പർ സംഘടനയായിട്ട് വളർന്നത് ഇങ്ങനെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ്. അതിലൊന്നും ഞങ്ങൾക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞങ്ങൾക്കറിയാം. സംഘപരിവാർ സംഘടനകളെ കുറിച്ച് ബോധമില്ലായകയല്ല, സംഘപരിവാർ സംഘടനകൾ പ്രവർത്തിക്കുന്ന രീതികളെ കുറിച്ചുള്ള കാഴ്ചയും കേൾവിയും അതുണ്ടാക്കുന്ന ബോധവുമാണ് ചോദിക്കുന്നത്. ബി.ജെ.പി. പറയുന്നത് അല്ല യഥാർത്ഥത്തിലുള്ള സംഘപരിവാർ നീക്കം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം അവരുടെ ഐഡിയോളജി എന്നുള്ളത്. അതുകൊണ്ട് ബി.ജെ.പിയുടെ രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളിൽ വരുത്തുന്ന ഒരു അവർ മാത്രം ഡയലൂട്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ, അത് വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടുള്ളതുകൊണ്ടാണോ? യഥാർത്ഥത്തിൽ പറയപ്പെടുന്നതും പ്രവർത്തിക്കുന്നതും ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്ന് ചോദിക്കുന്നത്. അല്ലെന്ന് BJP ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ? ഞാൻ മാധുവിന് അറിയാമോ, ഇന്ന് BJP-യിൽ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ മതവിശ്വാസികൾ ഭാരവാഹികളായിട്ടുണ്ട്. ആയിരക്കണക്കിന്. വാർഡ് തലം വരെ, പഞ്ചായത്ത് തലം വരെ ഞങ്ങൾ ഓരോ കമ്മിറ്റിയിലും ഒരു മിനിമം ഒരു ക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഒരാളെയെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ വരാൻ ആൾ തയ്യാറായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഈ വ്യാജ പ്രചരണങ്ങളുണ്ടല്ലോ, ഈ ക്യാമ്പയിൻ ഉണ്ടല്ലോ, ഈ കേരളത്തിൽ തുടരുന്നത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണ്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോണു. ഇത്തരം പ്രചരണങ്ങൾക്ക് ആവശ്യമാണ് അവർക്ക്. പക്ഷേ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള 80-കൾ മുതൽ വന്നിട്ടുള്ള ഒരുപാട് ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്. അവർ പാർട്ടിയുടെ നേതൃത്വത്തിലുണ്ട്, പാർട്ടിയെ നയിക്കുന്നുണ്ട്. അവര് ജോർജ് കുര്യനെ പോലെ 80-82 കാലഘട്ടം മുതൽ ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരാ. അവരൊക്കെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് മനസ്സിലാക്കി കൂടെ നിൽക്കുന്നുണ്ട്. ക്രൈസ്തവ സഭകളെ വിശ്വാസത്തിലെടുക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾക്ക് അവരെ ബോധ്യപ്പെടുത്താൻ കഴിയും. ക്രിസ്ത്യ മതവിഭാഗത്തിലുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരണമെന്ന് നിങ്ങളുടെ ചിന്തയിൽ നിന്ന് വന്ന ആളാണല്ലോ ഈ അനൂപ് ആന്റണിയും. ഈ അനൂപ് ആന്റണിയാണല്ലോ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അപ്പൊ അദ്ദേഹം അവിടെ പോയി ആശയവിനിമയം നടത്തുന്നു, അദ്ദേഹം ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നു. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നു ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണ് എന്നതടക്കം പറയുന്നു. അപ്പോൾ ആ നിരപരാധികളായ മനുഷ്യരെ അവിടെ ഈ ക്രൂശിതരാക്കിയ ആളുകൾക്കെതിരെ നിയമ നടപടി വേണം എന്ന് നിങ്ങൾ ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെട്ടോ? അല്ലെന്ന് ഞാൻ ചോദിക്കണ, അവിടെ ഒരു പോലീസ് ഒരു കേസ് എടുത്തു. ആ കേസ് അതിന്റെ വഴിയെ പോകട്ടെ, നിയമത്തിന്റെ എടുക്കാത്ത കേസിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ശ്രീ കെ വി സരിദാസ്, എടുത്ത കേസ് കന്യാസ്ത്രീകൾക്കെതിരെയാണല്ലോ. എടുക്കാത്തൊരു കേസുണ്ടല്ലോ, അത് കന്യാസ്ത്രീകൾക്കെതിരെ അതിക്രമം നടത്തിയ ആൾക്കൂട്ടത്തിനെതിരെയാണ്, ജ്യോതി ശർമ്മയ്ക്ക് അടക്കമാണ്. ഇവിടെ നിന്ന് പോയ ഈ ക്രിസ്ത്യ വിഭാഗത്തിൽ നിന്ന് നിങ്ങൾ തെരഞ്ഞെടുത്ത നേതാവായ അനൂപ് ആന്റണി അവിടെ പോയി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയുമായി അടക്കം ചർച്ച നടത്തിയല്ലോ. അവർക്കെതിരെയുണ്ടായ ആൾക്കൂട്ട അതിക്രമത്തിൽ കേസെടുക്കണമെന്ന ആവശ്യം BJP മുന്നോട്ട് വെച്ചോ? മാധു, BJP-യുടെ സർക്കാരിന് കീഴിൽ നിയമത്തിന്റെ വഴിയെ പോകണം. അതാണ് BJP-യുടെ നിലപാട്, അതാണ് നരേന്ദ്രമോദിയുടെ നിലപാട്.
അത് 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 പ്രായോഗികമാകുമെന്ന് നിങ്ങൾ കാത്തിരുന്നു കാണൂ. എനിക്ക് അത്രേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ. അത് ഒരു പൂർണ്ണമായ മറുപടിയല്ല. നിയമത്തിന്റെ വഴിക്ക് പോയില്ല. ഒരു ക്രൈം ഉണ്ടാവുകയാണെങ്കിൽ ആ ക്രൈമിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ കേസ് എടുക്കുമ്പോഴാണ് നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ന് പറയുന്നത്. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴിയെ പോകും. 9 ദിവസം കഴിഞ്ഞ് കന്യാസ്ത്രീകൾ ഇന്നലെ കാരാഗൃഹത്തിൽ നിന്ന് പുറത്തിറങ്ങി. 9 ദിവസം മുമ്പ് നടന്ന അതിക്രമത്തിൽ ഇന്ന് 10ാം ദിവസവും ബജറംഗ് ദളിനെതിരെ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ. ഇനി നിയമത്തിന്റെ വഴിക്ക് പോകാൻ കവട് നിരത്തി മുഹൂർത്തം കാണേണ്ടതുണ്ടോ ശ്രീ കെ വി ഹരിദാസ്? ഛത്തീസ്ഗഡിൽ മാത്രം. അല്ല മാധു, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. മാധു ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നുള്ളൂ. ഞാൻ പറയാനുള്ളത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു. ഞാൻ ഒരു കാര്യം മാത്രം നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഇവിടുത്തെ രാജ്യത്തെ എമ്പാടുമുള്ള ക്രിസ്ത്യാനികൾക്കെതിരെ മുണ്ടും മടക്കി കുത്തി ഞങ്ങൾ ഇറങ്ങണ്ടെന്ന് അങ്ങനെ ഒരു പരാമർശമൊന്നും എൻ്റെ നാവിൽ നിന്ന് വന്നിട്ടില്ല. ഞാൻ വളരെ പോസിറ്റീവായിട്ടാണ്. മുണ്ട് മടക്കി കുത്തി എന്ന് പറഞ്ഞത് ഞാനാണ്. രാജ്യത്തെമ്പാടും ക്രൈസ്തവ സ്ഥാപനങ്ങളുണ്ട്. ഞങ്ങൾ അതിക്രമം നടത്തുകയാണ് എങ്കിൽ അവിടെ അവർക്കൊന്നും പുറത്തു പോകാൻ കഴിയില്ലല്ലോ എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങ് മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയാൽ അതൊക്കെ ഇല്ലാതെ പോകും എന്ന് പറയാനുള്ള അവകാശം ഉണ്ടാകാൻ 2014 ഇന്ത്യ ഉണ്ടായതെന്ന്. പിന്നെ ഞാൻ ഇവിടെ ഈ ചോദ്യവും ചോദിച്ചിരുന്നോളൂ എന്ന് പറഞ്ഞ അങ്ങ് ആ ചോദ്യത്തെ അവമതിച്ചു പോകുന്നത് അങ്ങേക്ക് ആ ചോദ്യത്തിന് മാത്രം പറയാൻ ഒരു ഉത്തരവും ഇല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ ഇവിടെ നിന്ന് പോയി നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം അനൂപ് ആന്റണി ഇവിടെ നിന്ന് പോയി ഉപമുഖ്യമന്ത്രിയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തി. ഈ പറയുന്ന നിയമപ്രക്രിയയിൽ ഭാഗവാക്കായി നിങ്ങളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചു എന്ന് പറയുന്നു. അവർക്കെതിരെ, നമ്മുടെ നാട്ടിൽ നിന്ന് പോയ 2 കന്യാസ്ത്രീകൾക്കെതിരെ അവിടെ അതിക്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നിയമ നടപടി വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ മാധു അവിടെ ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞാൽ എന്താ ശരിയാവാ? ഞാൻ ചോദ്യം ചോദിക്കാനല്ലേ ഇവിടെ ഇരിക്കുന്നേ? അല്ല, ഞാൻ പറഞ്ഞതൊന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ അതിന് ശേഷം വരാം. അങ്ങ് വരില്ല. അങ്ങ് ഈ നാട് മുഴുവനും പോയിട്ടാണ് എന്റെ ചോദ്യത്തിലേക്ക് വന്നത്. അങ്ങ് മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് എന്റെ ചോദ്യത്തിലേക്ക് വന്നത്. വീണ്ടും ഞാൻ ആ ചോദ്യം ചോദിക്കുമ്പോൾ അങ്ങ് വീണ്ടും പോവാണ്. അങ്ങേക്ക് അവിടെ മാത്രം നിൽക്കാൻ പറ്റില്ല. നടത്തിക്കൂടാ. ഞാൻ പറഞ്ഞല്ലോ, നിയമത്തിന്റെ വഴിയെ പോകുന്നില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളെയും സംരക്ഷിക്കുകയില്ല. ബജറംഗ് ദൾ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ജ്യോതി സർമ്മയ്ക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? കന്യാസ്ത്രീകൾക്കും ആ പെൺകുട്ടികൾക്കെതിരെ അതിക്രമം നടത്തിയതിനും ബലാത്സംഗ ഭീഷണി ഉയർത്തിയതിനും അവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? ഛത്തീസ്ഗഡിലെ നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല ശ്രീ കെ വി ഹരിദാസ്. അതിക്രമികൾക്കെതിരെ കേസെടുക്കാത്തിടത്തോളം